സമാധാന ധാരണയുടെ ഭാഗമായി യുക്രൈന്റെ സുരക്ഷയ്ക്ക് അമേരിക്കയും യൂറോപ്പും ഉറച്ച പിന്തുണ നൽകും. ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഇക്കാര്യം അറിയിച്ചത്. നാറ്റോ ധാരണയ്ക്ക് തുല്യമായ സുരക്ഷാ പിന്തുണയായിരിക്കും യുക്രൈന് ഉറപ്പാക്കുക. യുഎസും യൂറോപ്പും ചേർന്ന് യുക്രൈന് സൈനിക പിന്തുണ നൽകുന്നത് അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അലാസ്കയിലെ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യവും ചർച്ചയായിട്ടുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന അതേ നിലപാട് യുക്രൈൻ വിഷയത്തിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ വിഷയത്തിൽ വൻ പുരോഗതിയെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും യുക്രൈന് പിന്തുണ ഏറുന്നു എന്നുള്ളതാണ്. യുക്രൈന് ഉറച്ച പിന്തുണ നൽകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഒപ്പം തുല്യമായ പരിഗണന ലഭിക്കണം, ഇക്കാര്യം തന്നെയാണ് യുഎസും തീരുമാനമായി കൈക്കൊള്ളുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇക്കാര്യം ചർച്ചയായിരുന്നു. അതായത് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ ഇക്കാര്യം ട്രംപും പുടിനുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച ഒരു ധാരണയിലെത്തിയിരിക്കുന്നത് എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വിദേശ രാജ്യങ്ങളിലേക്കും, അതായത് റഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ഒരു പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിരിക്കുന്നത്. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ചർച്ചാവേളയിലെ മറുപടിയിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാറ്റോ അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള യുക്രൈന്റെ ശ്രമങ്ങളാണ് വലിയ പ്രകോപനങ്ങളിലേക്ക് നീങ്ങുകയും ഇത്തരത്തിൽ യുക്രൈന്റെ കൈവശമുണ്ടായിരുന്ന റഷ്യയോട് വിധേയത്വം പുലർത്തുന്ന ചില മേഖലകൾ, ചില പ്രോവിൻസ് എല്ലാം തന്നെ പിടിച്ചെടുക്കാനുള്ള നീക്കം റഷ്യ നടത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ ചർച്ചകളും സമാധാന ചർച്ചകളും മുന്നോട്ട് പോകുന്നത്. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിക്കുന്ന സാഹചര്യത്തിൽ തുടർന്നൊരാക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ പിന്തുണ യുക്രൈൻ അന്ന് ലഭിക്കുകയും ചെയ്തു. ഈ പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാറ്റോ അംഗം ആയാൽ ഏത് രീതിയിലാണോ ഒരു രാഷ്ട്രത്തിന് സുരക്ഷ ഉറപ്പാക്കുക അതേ രീതിയിലുള്ള സുരക്ഷ യുക്രൈന് ഉറപ്പാക്കാനുള്ള ഒരു ധാരണയുണ്ട് എന്ന വസ്തുത സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് നാറ്റോ അംഗരാജ്യങ്ങളുടെ ചാർട്ടർ 5 പ്രകാരം കൃത്യമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം തങ്ങളുടെ അംഗരാജ്യങ്ങൾക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ ആ ആക്രമണം നാറ്റോ സഖ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് അറിയിച്ചത്. സ്വാഭാവികമായും ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ, നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഒട്ടുമില്ല എങ്കിൽ കൂടി സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, യുക്രൈനെ ആക്രമിക്കാനുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യത്തിനെതിരായ നീക്കമായി നാറ്റോ കണക്കാക്കുമെന്നാണ് അതിന്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സുരക്ഷ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും യുക്രൈൻ ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈനെ സൈനിക പിന്തുണ നൽകുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നതിന് അമേരിക്ക മുന്നോട്ട് വരികയും സ്വാഭാവികമായും അതിനുള്ള തുക കൃത്യമായി യൂറോപ്യൻ യൂണിയൻ ലഭ്യമാക്കുകയും ഒക്കെ ചെയ്യുന്ന വിശാലമായ ചില നടപടികളാണ് ഇതിന് പിന്നാലെ ഉണ്ടാകുന്നത്. നിലവിലെ സൂചന പ്രകാരം റഷ്യയിൽ വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ്. ഇന്നാണ് സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കെയർ സ്റ്റാമറും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയൊക്കെ പങ്കെടുക്കുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു യോഗവും നടന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും 3 വർഷമായി നീണ്ടുനിന്ന യുദ്ധം സമാധാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, യുക്രൈന്റെ സുരക്ഷയ്ക്ക് ഉറച്ച പിന്തുണയാണ് യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്നത് എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.